ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോഡ് ജെ എസിൻ്റെ സിമ്പിൾ പ്രോഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോഡ് ജെ എസിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് നോഡ് ജെ എസിലെ. സിമ്പിൾ പ്രോഗ്രാമിൽ ജസ്റ്റ് ദിസ് ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ഷോ ചെയ്യുന്നത് നമ്മുടെ ടെർമിനലാണ്. നമ്മൾ എങ്ങനെയാണ് നോഡ് ജെ എസ് റൺ ചെയ്യുന്നത് ആ ടെർമിനലാണ് ഈ ഷോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് വൺ. ഇനി ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ഞാൻ ഈ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ നെയിം app.js എന്ന് പറഞ്ഞൊരു ഫയലിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് പറയുന്നതാണ് ഏതൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. നമ്മൾ നോഡിനകത്ത് എപ്പോഴും ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. സോ ആ ഫംഗ്ഷൻ ആയിട്ട് പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്തു. എന്താണ് ഫംഗ്ഷൻ സേ ഹലോ എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിമാണ്. ആ ഫംഗ്ഷനിൽ കൂടെ പാസ് ചെയ്യേണ്ട പാരാമീറ്റർ എന്താണോ അതാണ് പറയുന്നത്. ഓക്കെ, നെയിം എന്ന് പറഞ്ഞ പാരാമീറ്ററിന് ഒരു വാല്യൂ വരും. ആ വാല്യൂവും കൂടി എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. console.log എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത് ഫോർ ഡിസ്പ്ലേയിങ് ആൻ വാല്യൂ. ഡിസ്പ്ലേ ചെയ്യാൻ, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് console.log എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ console.log യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിസ്പ്ലേ ദ മെസ്സേജ്. ഇനിയും അപ്പം എന്ത് ചെയ്തു? നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് പറഞ്ഞു കൊടുത്തു. ദാറ്റ് ഈസ് ഹലോ. ദെൻ എൻ്റെ പാരാമീറ്റർ എന്താണോ നെയിമിന് വരുന്ന വാല്യൂ, ആ വാല്യൂവും കൂടി എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. പ്ലസ് യൂസ് ചെയ്യുന്ന കൺകാറ്റനേറ്റ് ചെയ്യാൻ വേണ്ടി നോർമൽ ആയിട്ടുള്ള. ദെൻ ഞാൻ എൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്താണ് എൻ്റെ ഫംഗ്ഷൻ നെയിം? സേ ഹലോ എന്ന് പറയുന്നതാണ് എൻ്റെ ഫംഗ്ഷൻ നെയിം. സോ സേ ഹലോ ദെൻ മോഷ് എന്ന് വിളിച്ചപ്പോൾ എന്ത് വന്നു? ഞാൻ എൻ്റെ പാസ് ചെയ്തത് പാരാമീറ്റർ പാസ് ചെയ്ത വാല്യൂ മോഷാണ്. സോ ഈ നെയിമിൻ്റെ വാല്യൂ എന്തായി? മോഷായി. സോ എന്തായി? ഹലോ പ്ലസ് മോഷ്. അതാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടം വരെ ഫ്രം ദിസ് ലൈൻ അല്ലേ, ഫസ്റ്റ് ഇവിടം വരെ ഉള്ളത് നമ്മൾ ഈ കണ്ട സെയിം ടെർമിനൽ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് എൻ്റെ ഫയലിൽ കിടക്കുന്ന ഫോൾഡറാണ് ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അവിടെ ഞാൻ നോഡ് എൻ്റെ ഫയൽ നെയിം എന്താണ്? app.js ആണ്. ഞാൻ app.js എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് എന്തായി? ഞാൻ കൊടുത്ത ഹലോയും വന്നു, പാരാമീറ്റർ പാസ് ചെയ്ത പാരാമീറ്ററും എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി അതൊരു നമ്മൾ നോർമൽ ഇതാണെങ്കിൽ നോക്കുക. എൻ്റെ app.js എന്ന് പറഞ്ഞ ഫയലാണ്. ഞാൻ ആ ഫയൽ റൺ ചെയ്യാണ്. ഓക്കെ, ഫയല് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ എന്തും ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. സോ ഫംഗ്ഷൻ, ദെൻ ഫംഗ്ഷൻ നെയിം, ദെൻ ആ ഫംഗ്ഷന് അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണോ അതാണ് ഈ പറഞ്ഞ വേരിയബിൾ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എ വേരിയബിൾ. ആൻഡ് console.log, കൺസോൾ എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ ആണ്. സോ കൺസോൾ എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ കൺസോൾ. സോ console.log എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രിന്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്? ലോഗ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മെത്തേഡാണ് console.log. ഒരു മെസ്സേജ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഏത്? ലോഗ്. ദെൻ എന്താണ്? ഹലോ എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ഹലോ എന്ന് പറയുന്നത്. ദെൻ ഞാൻ പാസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ, ആ പാരാമീറ്ററിൻ്റെ പേര് ഒബ്ജക്റ്റ് നെയിം അല്ലെ പാരാമീറ്ററിൻ്റെ നെയിമാണ് നെയിം. ആ നെയിമിന് ഒരു വാല്യൂ വരും. ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? ഹലോയുടെ കൂടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫംഗ്ഷനെ ആഫ്റ്റർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഫംഗ്ഷനെ വിളിച്ചു. സേ ഹലോ എന്ന് പറയുന്നതാണ് എൻ്റെ ഫംഗ്ഷൻ നെയിം. ഞാൻ പാസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഹിറ്റാണ്. അപ്പോൾ എൻ്റെ ഈ നെയിമിൽ വരുന്ന എന്താണ്? ഹിറ്റാണ് വരുന്നത്. സോ ഇവിടെ വാല്യൂ എന്തായിട്ട് വരും? ഹിറ്റ്. അപ്പോൾ ഹലോ ഹിറ്റാണ് വരേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ്. ഇറ്റ് ഈസ് എന്താണ്? നോഡ് സ്പേസ് എൻ്റെ ഫയൽ നെയിം എന്താണ്? app.js എന്ന് പറയുന്നതാണ് ഫയൽ നെയിം. ഞാൻ റൺ ചെയ്തപ്പോൾ എനിക്ക് ഡിസ്പ്ലേ വരുന്ന നോക്കിയേ. ഹലോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത മെസ്സേജ്, ദെൻ ഹിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പാസ് ചെയ്ത പാരാമീറ്ററിൻ്റെ വാല്യൂ ആണ്. ഹിറ്റാണ് പാരാമീറ്റർ പാസ്. അപ്പോൾ സോ എനിക്ക് എന്ത് ഡിസ്പ്ലേ വന്നു? ഹലോ ഹിറ്റ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ വന്നു. റൺ ചെയ്ത് നോക്കിയാൽ നോഡ് app.js ആണ് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ്. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം റൺ ചെയ്തത്. ഇനി നെക്സ്റ്റ്
നമുക്കറിയാം ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, നമ്മളൊരു ഫങ്ഷൻസിനെ പറഞ്ഞു. ഇപ്പം എനിക്ക് എന്താണ് ഒരു ഫയലിൽ ഉപയോഗിക്കുന്ന ഫങ്ഷനെ വേറൊരു ഫയലിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്താൽ പറ്റില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് മൊഡ്യൂൾ എന്ന് പറയും. ഒരു ഫങ്ഷനെ നമ്മൾ എന്ത് ചെയ്യും, വേറെ പ്രോഗ്രാമിലോ അല്ലെ വേറെ ആപ്ലിക്കേഷനിലോ യൂസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്ന് പറയുന്ന മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോക്കുക, ജസ്റ്റ് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഫംഗ്ഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് കോൾ ചെയ്താണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിച്ചത്. ദെൻ വിൻഡോസ് ഡോട്ട് ഫംഗ്ഷൻ നെയിം കൊടുത്തു കഴിയുമ്പോൾ അത് എററായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൊഡ്യൂൾസ് ആ ഫങ്ഷൻസ് ആയിട്ട് ഓരോ ഫങ്ഷൻ ആയിട്ട് ഫയൽ എഴുതുന്നതിന് പറയുന്നതാണ് മൊഡ്യൂൾസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഫങ്ഷൻസ് എഴുതി. അപ്പോൾ നോക്കി, ഇവിടെ ഞാൻ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെ 3 മൊഡ്യൂൾസ് ആയിട്ട് ഞാൻ എൻ്റെ ഫങ്ഷൻസ് എഴുതി. എന്നിട്ട് ആ ഫങ്ഷൻസിനെ എനിക്ക് വേറെ ഫയലുകളിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ 3 മൊഡ്യൂൾ. അപ്പോൾ ഞാൻ നോക്കുക, ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഒരു URL ഞാൻ കൊടുത്തു. ആ URLനെ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു URL ഞാൻ കേസ് പറഞ്ഞു. സെക്കൻഡ് വൺ, ഐ ഹാവ് റൈറ്റ് എ ഫംഗ്ഷൻ. ഞാനൊരു ഫംഗ്ഷനും എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ലോഗ്, ഒരു മെസ്സേജ്, ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതി. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന URLും അതുപോലെ ഫംഗ്ഷനും എനിക്ക് വേറൊരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെ ഒരു ഫങ്ഷൻസ് എഴുതുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഫങ്ഷൻസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു. സോ എനിക്ക് ആ മൊഡ്യൂൾ വേറൊരു ഫയലിൽ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, അതിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൊഡ്യൂൾ. നമ്മൾ പറഞ്ഞു മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ അതിനെ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ലോഗാണ്. ലോഗ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ നെയിം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റ് പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഞാൻ നോക്കുക, എൻ്റെ ഏത് ഫംഗ്ഷനാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് എക്സ്പോർട്ട് ചെയ്യുക. ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ്, ഇതിനെയാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഫയൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് logger.js എന്ന് പറയുന്ന ഫയലിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ എനിക്ക് URLും എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്താൽ മതി, module.exports.url കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് URLും എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു സിമ്പിൾ ഇത്. ഞാൻ അതിൻ്റെ ഒന്ന് ഡീറ്റെയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് പറയണം. ഇനിയും ഒരു കാര്യം ഓർക്കുക, ഇവിടെ നമുക്ക് ഈ URL ഇപ്പോൾ ഈ URLിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷനിൽ അത് കിട്ടില്ല, അല്ലെ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നെക്സ്റ്റ് ആപ്ലിക്കേഷനിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ അത് എക്സ്പോർട്ട് ചെയ്യാതിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ചേഞ്ച് ദി എക്സ്പോർട്ട് നെയിം അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇത് വെച്ചാണ് അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ URL ഉണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഞാൻ എക്സ്പോർട്ട് ചെയ്തു. അതുകൂടാതെ ഞാൻ നോക്കിയ URLും കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് നോക്കുക, എനിക്ക് ആ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പുറത്തുള്ളവർക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പേരങ്ങ് മാറ്റി. എന്താണ് അത് പുറത്തേക്ക് കിട്ടുമ്പോൾ എൻ പോയിന്റ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഈ 10th ലൈൻ ഓഫ് കോഡിലേക്കല്ല പോകുന്നത്. ഐ ആം യൂസിങ് ഏതാണ് ഫംഗ്ഷനാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് logger.jsലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ദെൻ ഞാൻ എൻ്റെ app.jsലാണ് ഈ മൊഡ്യൂൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എക്സ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ എനിക്ക് ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഉപയോഗിക്കേണ്ട കീവേഡ് അല്ലെങ്കിൽ ഇതെന്താണ്, റിക്വയർ ആണ്. റിക്വയർ എന്ന് വെച്ചാൽ എനിക്ക് ഏതോ ഒരു ഇത് റിക്വയർ ആണ്. അപ്പോൾ റിക്വയർ പറഞ്ഞു കൊടുത്തു. ഏത് മൊഡ്യൂളിനെയാണ് റിക്വയർ ചെയ്യേണ്ടത്, logger.js എന്ന് പറഞ്ഞ മൊഡ്യൂളിനെയാണ് റിക്വയർ ചെയ്യേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, logger.js എന്ന് പറഞ്ഞ മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അതിന് തൊട്ട് മുന്നിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ./ ഇട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ആ logger.js കറണ്ട് ഫോൾഡർ എന്ന് വെച്ചാൽ logger.js app.jsഉം സെയിം ഫോൾഡറിലാണെന്നർത്ഥം. ഇനിയും app.js അതുപോലെ logger.jsഉം ഡിഫറെൻറ്റ് ഫോൾഡർ ആണെങ്കിൽ എന്ന് വെച്ചാൽ app.js കിടക്കുന്നത് ഒരു ഫോൾഡറിലും ലോഗർ കിടക്കുന്ന പേരൻറ്റ് ഫോൾഡറിലും ആണെങ്കിൽ നമ്മൾ ഡബിൾ ഡോട്ട് യൂസ് ചെയ്യും. ഇനിയും അതല്ല
ലോഗർ കിടക്കുന്നത് ഒരു ഫയൽ 1ലും ആപ്പ് കിടക്കുന്നത് എന്താണ് പേരന്റ് ഫോൾഡറിലാണ്, സബ് ഫോൾഡറിലാണ് ലോഗർ കിടക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ // നമ്മൾ യൂസ് ചെയ്യും. അപ്പം അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് // യൂസ് ചെയ്യുക. അപ്പോൾ ഏതാണോ എൻ്റെ ഫയൽ നെയിം അതുപോലെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എൻ്റെ app.jsൽ ലോഗർ എന്ന് പറയുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു മൊഡ്യൂള് എനിക്ക് എന്താണ് റിക്വയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഗർ വേരിയബിൾ വന്നു. ദെൻ ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ വിളിച്ചു. ദെൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. നമുക്ക് പ്രോഗ്രാമിൽ നോക്കാം. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് എൻ്റെ logger.js എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു URL ചെയ്യാൻ വേണ്ടി ഒരു URL പറഞ്ഞു വെച്ചു. ഓക്കെ, വേരിയബിൾ URL പറഞ്ഞു വെച്ചു. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഐ യൂസ്ഡ് എ ഫംഗ്ഷൻ, ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫോർ പ്രിന്റിന് വേണ്ടിയാണ് ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, പ്രിന്റ്, എന്തോ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യണം. നോക്കാം, പ്രിന്റ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, അതിന് മെസ്സേജ് പാരാമീറ്റർ എന്താണെന്ന് വെച്ചു. ദെൻ നോക്കുക, ലോഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു ഔട്ട്പുട്ട് ചെയ്യുക, എന്തോ ഒരു മെസ്സേജ് ഞാൻ പറയുന്നുണ്ട്, ആ മെസ്സേജ് ഇവിടെ ഔട്ട്പുട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനെ, പ്രിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനെ എനിക്ക് വേറെ ഏതോ ഒരു പ്രോഗ്രാമിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുന്നത് എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിലേക്ക് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഔട്ട്സൈഡ് മൈ പ്രോഗ്രാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് മൈ പ്രോഗ്രാം എനിക്ക് ആ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്തു, മൊഡ്യൂളിനെ ഞാൻ എക്സ്പോർട്ട് ചെയ്തു, module.export ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ ഈ കറന്റ് പ്രോഗ്രാമിൽ നിന്നും എവിടെയാണോ റിക്വയർഡ് അങ്ങോട്ടത്തേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് യൂസ് ചെയ്തു. എന്താണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. നോക്കിയാൽ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഫംഗ്ഷൻ പ്രിന്റ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, എക്സ്പോർട്ട് ചെയ്യേണ്ടത് കണ്ടോ, ഫംഗ്ഷൻ ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് നോക്കിയേ, എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എനിക്ക് എവിടെ കിട്ടും, എൻ്റെ ഏതോ ഒരു പ്രോഗ്രാം. ഏതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ app.logger.js എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് എൻ്റെ പ്രോഗ്രാം. അപ്പോൾ അവിടെ നോക്കിയേ, ഞാൻ ക്രിയേറ്റ് ചെയ്തു വേരിയബിൾ ലോഗർ. ഞാൻ പറഞ്ഞു എന്താണ്, എനിക്ക് എവിടെയുള്ള ഫംഗ്ഷനെ എനിക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു, ഐ നീഡ് ടു യൂസ് റിക്വയർ എന്ന് പറഞ്ഞു. കണ്ടോ, കണ്ടോ, റിക്വയർ, എനിക്ക് എന്തോ ഒരു ഫയലിനെ എനിക്ക് റിക്വയർഡ് ആണ്. അപ്പോൾ ആ റിക്വയർഡ് ആണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, റിക്വയർഡ്, ഇറ്റ് ഈസ് എ കീവേഡ്. ഞാൻ പറഞ്ഞു ഏത് ഫയലാണ് എനിക്ക് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മൊഡ്യൂൾ ഫയൽ എഴുതിയിരിക്കുന്നത് കണ്ടോ logger.js ആണ്. നോക്കിക്കേ, മൊഡ്യൂൾ എന്ന് പറയുന്നത് കണ്ടോ node/logger. അപ്പോൾ ലോഗറിലാണ് ഞാൻ എൻ്റെ മൊഡ്യൂള് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ./logger.js. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഫയൽ എനിക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റി. ഇനി നോക്കിയേ, ഞാൻ എൻ്റെ ഈ ലോഗർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ലോഗർ കണ്ടോ, ഞാൻ എൻ്റെ പാരാമീറ്റർ പറഞ്ഞു കൊടുത്തു, ഹലോ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഹലോ എന്ന് പറയുന്ന എങ്ങോട്ട് പോകും, ലോഗർ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് വരും. പക്ഷെ അത് എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്, എൻ്റെ വേറൊരു ഫയലിലെ logger.js എന്ന് പറയുന്ന ഫയലിലേക്കാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫയലിൽ വരും, എന്ത് ചെയ്യും, logger. ഇവിടെ വരും, ഇവിടെ എന്ത് വേണം, പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പ്രിന്റ് എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. app.logger.js ആണ് വരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കുന്ന കണക്ക് നോഡ് സ്പേസ് ആപ്പ് എന്താണ്, ആപ്പ് ലോഗർ logger.js കൊടുത്തു, എൻ്റർ ചെയ്യുക. നോക്കിയേ, എന്താണ് എൻ്റെ ഡിസ്പ്ലേ, കണ്ടോ, ഹലോ ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്തത്. ഞാൻ നോക്കിയേ, ഞാൻ ഇവിടെയാണ് ഹലോ എന്ന് പറഞ്ഞു കൊടുത്തത്, എവിടെയാണ്, എൻ്റെ app.logger.js. പക്ഷേ ഏത് മൊഡ്യൂളിലാണ് പ്രിന്റ് കിടക്കുന്നത് ലോഗർ. കണ്ടോ, മൊഡ്യൂൾസ് ഞാൻ റീയൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യാം, മൊഡ്യൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.